ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കാക്കനാട്ടെ ജില്ലാ ജയിലിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. നടി ഹണി റോസിനെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന കേസിലാണ് നടപടിയുണ്ടായത്. കോടതി ഉത്തരവനുസരിച്ച് റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിനെയാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. രേഷ്മ ചേർന്നുണ്ട്. രേഷ്മ, നടപടികൾ എന്തൊക്കെയാണ്? വിഷ്ണു, അല്പസമയം മുൻപ് ഇപ്പോഴാണ് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂര് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ, അവിടെ തലകറങ്ങി വീഴുകയായിരുന്നു. മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു അപ്പീലിലേക്ക് നീക്കം നടത്തുമെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റബോധം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിനായിരുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ആവർത്തനം അദ്ദേഹം കാട്ടിയത്. എന്തായാലും നിലവിൽ അല്പസമയം മുൻപാണ് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് എത്തിച്ചത്. എന്തായാലും കോടതി ഉത്തരവിലടക്കം ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ വാദഗതികളൊക്കെ തന്നെ കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചിരിക്കുകയാണ്. 14 ദിവസമാണ് കോടതി റിമാൻഡിൽ ചെയ്തിരിക്കുന്നത്. 14 ദിവസം ഈ കാക്കനാട് ജില്ലാ ജയിലിൽ തന്നെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ നിലവിൽ JFMC ആണ്, അതായത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അതോടെ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു അപ്പീൽ നീക്കത്തിലേക്ക് ബോബി ചെമ്മണ്ണൂർ അടുത്ത ദിവസം കടക്കുകയും ചെയ്യും. എന്തായാലും വൈദ്യ പരിശോധന അടക്കം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചത്. ഈ നേരത്തെ ഉണ്ടായിരുന്നില്ല, മറിച്ച് മാധ്യമങ്ങളോടക്കം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്, അതായത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം, അതായത് നേരത്തെ എന്താണോ ആവർത്തിച്ചത് അത് തന്നെയാണ് വീണ്ടും ജയിലിലെ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു ഘട്ടത്തിലും ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചത്. എന്തായാലും കോടതിയിലേക്ക് പോയി മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ജാമ്യ നീക്കത്തിനും താൻ ശ്രമിക്കുന്നുണ്ടെന്നാണ്, അഭിഭാഷകർ മുഖേന ശ്രമിക്കുന്നുണ്ടെന്നാണ് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ കേസിന്റെ പശ്ചാത്തലം പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണ്, അതായത് 2024 ഓഗസ്റ്റ് മാസമാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. പരാതിക്കാരി നൽകിയിട്ടുള്ള പരാതിയിൽ കൃത്യമായിട്ട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം പറയുന്നുണ്ട്. അതായത് ഈ കണ്ണൂരിലെ ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറി ഷോപ്പിന്റെ ഉദ്ഘാടന സമയത്താണ് തന്റെ അനുമതിയില്ലാതെ തന്റെ കയ്യിൽ കയറി പിടിക്കുകയും അതോടൊപ്പം തന്നെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്തത്. അതിനുശേഷം പലയിടങ്ങളിലും ദ്വയാർത്ഥ പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെയും സമാനമായിട്ടുള്ള രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ അടക്കം പ്രചരിപ്പിച്ചത് തനിക്ക് വലിയ രീതിയിൽ മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. തുടരെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്ന ഒരു രീതിയാണ് ബോബി ചെമ്മണ്ണൂരിന്റേത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പരാതിക്കാരി പറഞ്ഞത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും നിർണായകമായത്, അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദഗതികൾ തന്നെയാണ്. അതായത് ഉദ്ഘാടന സമയത്ത് വരുന്ന സ്ത്രീകളെ വട്ടം ചുറ്റിക്കുന്നത്, അതായത് കൈ പിടിച്ച് കറക്കുന്ന ഒരു സമീപനം എല്ലാ തവണയും ആവർത്തിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. ഈ പരാതിക്കാരുടെ കാര്യത്തിലും സമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആവർത്തിച്ചത്. അതുമാത്രമല്ല, ഈ പരാതിക്കാരുടെ അനുവാദം കൂടാതെയാണ് അവരുടെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സ്പർശിച്ചത്, പിന്നീട് ദ്വയാർത്ഥ പ്രയോഗം നടത്തി. ഇതടക്കമുള്ള വാദഗതികൾ പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചു. അത് മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഏറെ സ്വാധീനമുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ ഒളിവിൽ പോകാൻ, അതായത് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഒളിവിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാക്ഷികളടക്കം സ്വാധീനിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ബോബി ചെമ്മണ്ണൂർ കടക്കും. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷന്റെ വാദഗതികൾ അംഗീകരിച്ചുകൊണ്ടാണ് 14 ദിവസം റിമാൻഡിലേക്ക് കോടതി കടക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിൽ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു പരാമർശം എന്ന് പറയുന്നത്, ഈ പറയുന്ന ദ്വയാർത്ഥ പ്രയോഗം അത് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണെന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പരാതിക്കാരിയെ അവരുടെ അനുവാദമില്ലാതെ സ്പർശിച്ചു, അതോടൊപ്പം തന്നെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി, ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണെന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദഗതികളെ പ്രഷർ ഡൗൺ ആയി, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സംസാരിക്കാം. ഇത് വേണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? ഇപ്പൊ ജയിലിലേക്ക് പോകുന്നു. അല്ല, അതല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തിട്ടില്ല. അല്ല, ശിക്ഷ തീരുമാനിച്ചിട്ടില്ലല്ലോ, ശിക്ഷിച്ചിട്ടില്ലല്ലോ, ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. നാളെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ്.
ാണ് അതും കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു JFMC നിലവിൽ ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്തായാലും ഇനിയുള്ള നീക്കം എന്ന് പറയുന്നത് ഈ ജാമ്യം നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ, കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി അടക്കം ജാമ്യത്തിനായിട്ട് വീണ്ടും ബോബി ചെമ്മണ്ണൂർ സമീപിക്കും. എന്തായാലും നിലവിൽ ഈ ജയിലിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപും ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോടക്കം പറഞ്ഞത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതടക്കം പോലീസ് ഈ ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ടിൽ, അതായത് ഈ പറയുന്ന ജാമ്യം അപേക്ഷ ഈ ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ടിൽ, അതായത് ഈ പറയുന്ന ജാമ്യം അപേക്ഷ അതിനെ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ടിലടക്കം പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഈ തൊട്ടു മുന്നേ, അതായത് ഈ കേസിൽ അറസ്റ്റിലായി കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചതിൽ ഒരു കുറ്റബോധവും തോന്നാത്ത വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. ഇതടക്കം കൂടി കോടതി പരിഗണിച്ച് വേണം ഈ ജാമ്യാപേക്ഷയിൽ തീരുമാനം കൈക്കൊള്ളാൻ എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട്. എന്നാലും പ്രോസിക്യൂഷന്റെ വാദഗതികളൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഈ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. എന്തായാലും 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കാക്കനാട് ജില്ലാ ജയിലിൽ അല്പസമയം മുൻപാണ് ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിനിടയിൽ കോടതിയിൽ വലിയ നാടകീയ രംഗങ്ങളൊക്കെയായിരുന്നു അരങ്ങേറിയത്. അതായത് ഈ വിധി വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ കൂട്ടിൽ തളർന്നിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. തുടർന്നാണ് അവിടുത്തെ കോടതി ഓഫീസിലേക്ക് എത്തിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് മാറ്റി. അതിനുശേഷം പിന്നീട് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ട് വൈദ്യപരിശോധന അടക്കം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ജില്ലാ ജയിലിലേക്ക് എത്തിച്ചത്. എന്തായാലും ഇനിയുള്ള നിയമ നടപടി എന്ന് പറയുന്നത് അപ്പീൽ അടക്കമുള്ള കാര്യങ്ങളാണ്. അത് വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. വിഷ്ണു. യെസ്, ബോബി ചെമ്മണ്ണൂരിനെയാണ് ഇപ്പോൾ ജില്ലാ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എറണാകുളത്തെ കാക്കനാടുള്ള ജില്ലാ ജയിലിലാണ് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റിയത്. ലൈംഗിക അധിക്ഷേപ കേസിലാണ് നടപടി ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14 ദിവസത്തെ റിമാൻഡാണ് കോടതി വിധിച്ചിട്ടുള്ളത്. അതിലേറെ ശ്രദ്ധേയമായ കാര്യം പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ കൃത്യമായി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത്. അതിനെ തുടർന്നാണ് റിമാൻഡ് നൽകുന്നത്. രേഷ്മ, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതിയുടെ നിരീക്ഷണങ്ങൾ അത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും തെളിവുകളുടെ കാര്യത്തിൽ അത് കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചു എന്നതാണ് ഏറെ നിർണായകമായത്. അതുതന്നെയാണ് നിലവിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യം നിഷേധിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത്. ഒപ്പം തന്നെ നിലവിൽ വകുപ്പുകൾ ചുമത്തിയതും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായി. എന്തുതന്നെയായാലും ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കാക്കനാട്ടെ ജില്ലാ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വളരെയധികം നിർണായകമായ നടപടികളാണ് ഇതുവരെയും പുരോഗമിച്ചത്. കൃത്യമായ നടപടികൾക്ക് ശേഷം, നിയമ നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് എത്തിച്ചത്. 14 ദിവസത്തെ റിമാൻഡാണ് കോടതി നൽകിയിട്ടുള്ളത്. രേഷ്മയാണ് വിശദമായ റിപ്പോർട്ടുകളും നൽകിയത്.